ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക മത്സരം 3-1 എന്ന ഗോൾ സ്കോറിനാണ് ബാഴ്സലോണ വിജയം കരസ്ഥമാക്കിയത്. ബാഴ്സലോണയ്ക്ക് വേണ്ടി റാഫീഞ്ഞ, ലമീൻ യമാൽ എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെഗിൽ എങ്ങനെയാണോ ബാസ വേഴ്സസ് ബെൻഫിക്ക മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ വേറൊരു വേർഷനാണ് ഗൈസ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. ബാഴ്സലോണ ഒരു 3 ഗോൾ സ്കോർ ചെയ്തു എന്നുള്ള ആ ഒരു ഗോൾ സ്കോർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി എഫേർട്ട് ഈ ഒരു മത്സരത്തിൽ എടുക്കേണ്ടതായിട്ട് വന്നു. എടുത്ത് പറയേണ്ടത് കുബാർസിയുടെ ഒരു മിസ്സിങ് വളരെയധികം ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. കുബാർസിക്ക് പകരം ആദ്യ 11 എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ലെഗിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയതാണ്. ഈ ഒരു മത്സരത്തിൽ പ്ലേ ചെയ്യാൻ സാധിക്കില്ല. കുബാർസിക്ക് പകരം അറൗഹോ ആണ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി പെർഫോമൻസ് തന്നെയായിരുന്നു. പക്ഷേ കുബാർസിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാസീവ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല അറോഹയുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ബെൻഫിക്കയ്ക്ക് വേണ്ടിയിട്ട് നിക്കോളാസ് ഒട്ടമെൻ്റെയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിരന്തരം അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്രോസ് ബാർസ് ഉണ്ടായിരുന്നു, ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഒരു നിർഭാഗ്യവശം, അൺലക്കി എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത്ര വളരെ ഒരു മോശപ്പെട്ട പ്രകടനമായിരുന്നില്ല ബെൻഫിക്കയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ്, മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഡിയോങ്ങും അതുപോലെ പെഡ്രിയും കാഴ്ചവെച്ച ഒരു പെർഫോമൻസ് വേറെ പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് ഗൈസ് ഈ രണ്ട് താരങ്ങളുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. ഈ രണ്ട് പ്ലെയറിൽ ഏതെങ്കിലും ഒരു പ്ലെയർ മിസ്സിങ് ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വളരെ ഈസി ആയിട്ട് അവർ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് എല്ലാ മാച്ചിലും ഇപ്പോൾ ഒരു ഏവറേജ് എന്നല്ല, അത്യാവശ്യം നല്ല മികച്ച ഫോമിൽ തന്നെയാണ് ലമീൻ യമാൽ ആയാലും അതുപോലെ റാഫീഞ്ഞ ആയാലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഡാനിയൽ ഒൽമോ ആയാലും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. ലെവൻഡോസ്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഏവറേജ് പെർഫോമൻസ് ആയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. എടുത്ത് പറയേണ്ടത് ലമീൻ യമാലിൻ്റെ ആ ഒരു കേളിംഗ് ഷോട്ടാണ് ഗൈസ്. ശരിക്കും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ബിക്കോസ് ഒരുപാട് മത്സരങ്ങളിൽ ലമീൻ യമാലിൻ്റെ ഒരു ഫേവറേറ്റ് ഗോൾ വിങ്ങിലൂടെ വന്നിട്ട് കേളിംഗ് ഷോട്ട് ഒരുപാട് മത്സരത്തിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊരിക്കലും ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും പേഴ്സണലി ഞാനും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വിങ്ങിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് കൊടുത്ത് ഹെഡ് ചെയ്ത് സ്കോർ ചെയ്യാനായിരിക്കാം, അതായത് ലെവൻഡോസ്കിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഗോൾ ശരിക്കും നെട്ടിച്ച് കളഞ്ഞു. ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 20 ഷൂട്ടാണ് ബാഴ്സലോണ എടുത്തിട്ടുണ്ടായിരുന്നത്. ബെൻഫിക്ക ആണെങ്കിൽ വെറും 8 ഷൂട്ട് മാത്രമാണ്. ഓൺ ടാർഗറ്റ് ബെൻഫിക്ക 2 ഓൺ ടാർഗറ്റാണ് നേടിയിരിക്കുന്നത്. ബാഴ്സലോണ ആണെങ്കിൽ 6 ഓൺ ടാർഗറ്റാണ് നേടിയിരിക്കുന്നത്. 66% ആണ് ബോൾ പൊസിഷൻ ബാഴ്സലോണ നേടിയിരിക്കുന്നത്. വെറും 34 പൊസിഷൻ മാത്രമാണ് ബെൻഫിക്ക നേടിയിരിക്കുന്നത്. അതുപോലെ പാസസ് ആണെങ്കിൽ 650 ബാഴ്സലോണ, 338 ആണ് ബെൻഫിക്ക നേടിയിരിക്കുന്നത്. ആക്യുറസി ആയാലും 89% ആണ് ബാഴ്സലോണ നേടിയിരിക്കുന്നത്. 6 കോർണർ എടുത്തിട്ടുണ്ടായിരുന്നു. 6 കോർണർ എടുക്കണമെങ്കിൽ എത്രമാത്രം ഷൂട്ട് വന്നിട്ടുണ്ടാവും എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അത് വെറും 1 കോർണർ മാത്രമാണ് ബാഴ്സലോണ നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാഴ്സലോണയാണ്. 4 ബിഗ് ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെൻഫിക്കിനെ സംബന്ധിച്ചിടത്തോളം വെറും 2 ചാൻസസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിഗ് ചാൻസസ് മിസ് ചെയ്തിരിക്കുന്നത് 3 ബിഗ് ചാൻസസ് ആണ് ബാഴ്സലോണ മിസ് ചെയ്തിരിക്കുന്നത്. ബെൻഫിക്ക ആണെങ്കിൽ ഒരേ ഒരു ബിഗ് ചാൻസസ് മാത്രമാണ് മിസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളും പുറത്തായി. ലിവർപൂളിന് ശേഷം ഒരു സെക്കൻഡ് പൊസിഷനിൽ ഈ ഒരു സീസൺ ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള ഒരു ടീമായിട്ട് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്ത ഒരു ടീമാണ് ബാഴ്സലോണ. അപ്പോൾ ബാഴ്സലോണ തന്നെ ഒരിക്കലും ലിവർപൂളിന് ഈ ഒരു ഗതി വരും എന്ന് ഒരിക്കലും ഞാനും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ലിവർപൂൾ ഫാൻസിൻ്റെ ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഒരിക്കലും
ഇങ്ങനെ ഒരു മിറാക്കിൾ ഒരിക്കലും സംഭവിക്കും എന്നൊരിക്കലും ആരും തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഗൈസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ബാഴ്സലോണ ഈ ഒരു സീസൺ ചാമ്പ്യൻസ് ലീഗ് നേടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.